എന്റെ പാഷൻ സെൻസ് ലൈവായിട്ട് കണ്ടിട്ടില്ലല്ലോ. കമോൺ, ഇങ്ങോട്ടെല്ലാം ഇറങ്ങി ഓടട്ടാ ഞാൻ. ഈ ഷർട്ട് ഉള്ളോണ്ട് ഷർട്ട് ഇട്ടില്ലേ? എന്താ അവിടെ സൈഡിൽ കറങ്ങിയിരിക്കണം കുറുനരിയെ പോലെ. ഹായ് ഗായ്സ്. അപ്പൊ ഞാനും ഇതാരാണ് ഈ നിക്കുന്ന ഞാനാ ഗ്ലാമിങ്. അപ്പൊ ഞാനും ഇവളും കൂടി ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഇവൾക്കുള്ള പണിയാണ് കേട്ടോ ഞാൻ ഇന്ന് കൊടുക്കുന്നത്. ചുമ്മാ കിടന്നുറങ്ങിക്കൊണ്ട് തന്നെ വിളിച്ചോണ്ട് വരുന്നതാണ്. അതെ, എന്തിനാണെന്നോ, ഇന്ന് നമ്മള് ഗംഗ എനിക്ക് 1000 റുപ്പീസിന് എനിക്ക് ഡ്രസ്സ് എടുത്തു തരും അല്ലേ. അപ്പൊ നോക്കാം എന്താകും എന്നുള്ളത്. ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിൽക്കണം. സെറ്റാക്കി തരുമോ? കണ്ടീഷൻ നമ്പർ ഞാൻ പിന്നെ പറയാം. നമുക്ക് ടിസ്റ്റ് നമുക്ക് കൊടുക്കാം. നമ്മൾ ഓരോ പണി ഓരോ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ പണിയായിട്ട് കൊടുക്കാം. അപ്പൊ തുടങ്ങിയാലോ? എനിക്ക് എവിടെ പാഷ സെൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റെ സെൻസിലടക്കാം. ഭയങ്കര പാഷനാ, അതുകൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ തുടങ്ങിയാലോ? സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഭയങ്കര മൊണാൾട്ട് കാണിച്ച്, ഇവളുടെ ഭാഷയിൽ മൊണാൾട്ട് എന്നാട്ടാ പറയണത്. അതൊക്കെ കാണിച്ച് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തോണ്ടിരിപ്പുണ്ട്. എനിക്ക് തോന്നിയിട്ട് ഇവൾ എളുപ്പ പണിക്ക് ആദ്യം തന്നെ ഡ്രസ്സിന്റെ സെക്ഷനിലോട്ട് പോകുന്നത് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഗംഗു, നിനക്കുള്ള ട്വിസ്റ്റ് നമ്പർ 1, നോ ഡ്രസ്സസ്. എനിക്ക് പീസുകൾ സെപ്പറേറ്റ് എടുത്തു തരണം. പീസുകൾ സെപ്പറേറ്റ് എടുത്തു തരാം. അതായത് സ്കേർട്ട്, ടോപ്പ്, അല്ലെങ്കിൽ പാന്റ്, ടോപ്പ്, ഷോർട്സ്, ടോപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു തരണം. അല്ലാണ്ട് നീ ഒറ്റ ഡ്രസ്സ് എടുത്ത് നീ ആ ചലഞ്ച് അങ്ങോട്ട് എളുപ്പത്തിലാക്കണ്ട. 999 ഡ്രസ്സ് എടുത്ത് കൈ കൊടുക്കാം. എന്റെ പാഷ സെൻസ് ലൈവായിട്ട് കണ്ടിട്ടില്ലല്ലോ. കമോൺ, എന്തൊക്കെയാവും? കുറച്ച് സമയം എടുക്കും, അഡ്ജസ്റ്റ് ചെയ്യണം. തപ്പണ കുറച്ച് പരതയൊക്കെ കുറെ സാധനങ്ങളോട് എങ്ങനെ കണ്ടുപിടിക്കും. ഗൈസ്, ഇതെങ്ങനെയുണ്ട് എനിക്കറിഞ്ഞൂടാ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഒരു ഡ്രസ്സ് എടുത്തോട്ട് ഒരു രൂപ കൈ കൊടുക്കാൻ വിചാരിച്ചാണ്. ഇതൊക്കെ എന്തൊരു വാക്കാമോ. വേണോ നമുക്കിത് സൂക്ഷിച്ച് പോക്കറ്റിൽ വയ്ക്കാം. ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടേ കളയും. അവള് എന്നെ അഭിഷേകം ചെയ്യും. ഇത് കൊള്ളാമല്ലേ? പക്ഷെ അവൾക്ക് എല്ലാം വേണം. കഴിച്ച് ചെരുപ്പ്, കമ്മല്, മാല എല്ലാം വേണമെന്ന്. കൊള്ളാമല്ലേ? ഷോ ഗൈസ്, ഇത് നൈസ്, എനിക്കിത് ഇഷ്ടപ്പെട്ട്. പക്ഷെ 899 രൂപയാണ്. ഇനി ബാക്കി എത്ര? 200 രൂപയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മടക്കി വയ്ക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് നോക്കാൻ വയ്ക്കുന്ന കോഷ്ടിയാണ്. സത്യം പറയാട്ടോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ എനിക്ക് എന്താണ് എടുത്തു തന്നെ അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ വെയറിന് മാറി ഇന്ത്യൻ വെയറിലോട്ട് മാറി എന്ന് തോന്നുന്നു. ചുരിദാറാണ് എനിക്ക് എടുത്തു തന്നെ. അതിപ്പോ ഒരു ദിവസം ഞാൻ ചുരിദാർ ഇട്ട് നോക്കട്ടെ ഗൈസ്. ഞാൻ നിൽക്കുന്നത് പോലെ നടക്കും തോന്നല്ല. നോക്കാം, കുറച്ച് സമയം വേണം എനിക്ക്. കാരണം എല്ലാം ഒന്ന് എനിക്ക് ഓട്ടിച്ചൊക്കെ നോക്കണം. ഇതിപ്പോ എല്ലാം വേണ്ടേ? ടോപ്പ് വേണം, പാന്റ് വേണം. ടോപ്പ്, പാന്റ്. ബാക്കി നിനക്കൊരു ഇളവ് തരാം. ബാക്കി പൈസ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഫുഡ് വെയർ മേടിച്ചു തന്നാൽ മതി. അയ്യോ, അത് മതിയാ? വളരെ സിമ്പിൾ ആയിട്ട്. അതെ, എന്റെ കോൺസെൻട്രേഷൻ കണ്ട് പൊക്കോ, ഞാൻ നോക്കോളാം. ഇങ്ങനെ ഓരോ ഡ്രസ്സ് നമ്മൾ മുഖത്തേണ്ട. ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് നോക്കാൻ പോവുകയാണ്. ശരണ്യാകാൻ പോണേ ഞാൻ കുറച്ച് നേരം. ആറ്റിറ്റ്യൂഡ് ആണോ? വെപ്പാണ് ഗൈസ്, വെപ്പ്. അത്തരം അറിയിക്കല്ലേ? എല്ലാരും അറിഞ്ഞു. കൺഫ്യൂഷൻ. എനിക്ക് ഇത്രയും കണ്ടിട്ട് ഇനി കൺഫ്യൂഷൻ ആവണ്. ഇങ്ങോട്ടെല്ലാം ഇറങ്ങി ഓടട്ടാ ഞാൻ. നമുക്ക് അടുത്ത ട്വിസ്റ്റ് കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം എന്താണ്. ട്വിസ്റ്റ് നമ്പർ 2, എനിക്ക് വെസ്റ്റേൺ വെയർ വേണം. വെസ്റ്റേൺ വെയർ പോരെ? വെസ്റ്റേൺ വെയർ വേണം. കാഷ്വൽ വെയർ, വെസ്റ്റേൺ വെയർ ആക്കണ്ട, കാഷ്വൽ വെയർ. കാഷ്വൽ ആയിട്ട് ഫെസ്റ്റിവൽ വെയറിലോട്ട് പോകണ്ടുള്ളൂ. കുർത്തയും കാര്യങ്ങളൊക്കെ നോക്കിയോണ്ട് ഞാൻ പറഞ്ഞ പൂവൊക്കെ വെച്ച് എടുത്താണ്. അല്ല, ഇത്തിരി കാഷ്വൽ വെയർ. കാഷ്വൽ വെയർ നീ എന്ത് വേണമെങ്കിലും എടുത്തോ. കളക്ഷൻ ഗൈസ് നോക്കൂ. അണ്ടാ കണ്ടു മുഖം മാറി. ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ആയി കാണിക്കും. നീ എന്തിനാ നോക്കണം? എനിക്ക് എന്നൊക്കെ പറഞ്ഞല്ലാണ്ട്. ഓ വണ്ടർഫുൾ, നൈസ് നൈസ് നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ കൂടെ ഞാൻ ചെരുപ്പൊടി എടുത്തുന്നാ പോരെ? നൈസ് അല്ലേ? എന്ത് പറയുന്നു? ചെരുപ്പെടുത്തുന്നാ പോരെ? എന്നെ കളിയാക്കണം സൈഡിൽ നിന്ന്. ഇവക്ക് 1000 റുപ്പീസ് ചലഞ്ച് ആട്ടോ കൊടുത്തേക്കണം. ന്യൂ ഇയർ വല്ല വന്നിക്കണം. ഓടാൻ പറഞ്ഞ ഓടും. നിന്റെ ഇതുണ്ടാ? ജോഗേഴ്സ് ഉണ്ടാ? നീ എടുത്തതാ, ഞാൻ എന്തും. നീ അങ്ങനെയല്ല. നിന്റെ ഞാൻ ചുമ്മാ കാണിക്കണതാണ്. എന്തിടുന്നു എന്റെ കൈസ്? ഇങ്ങനെ കാണിക്കണം. ഇതുണ്ടാ? എനിക്ക് ഇതാണ് എടുത്തിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇല്ല ഗൈസ് ശരീരം സാധനം സെലക്ട് കൊടുക്കാം. ബിക്കോസ് അവളെ സെലക്ഷൻ പൊളിയാണ്.
അപ്പം അതുകൊണ്ട് എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇടൂലേ ശരി, ഇതൊക്കെ നീ എടുത്തതാ പിന്നെ പാഷനാണ്, നീ ഇഷ്ടമുള്ള എടുത്തതാ. എനിക്ക് നീ ഇട്ടില്ല, പിന്നെ എനിക്കതൊരു വിഷമാവും. ഞാൻ ഒരു 5 മിനിറ്റത്തേക്ക് മാറി നിൽക്കാട്ടെ, അവിടെ ഇഷ്ടമുള്ള എനിക്ക് എടുത്തു തരട്ടെ. ഷർട്ട് ഇടും, ഷർട്ട് ഞാൻ കണ്ടുകൊണ്ട് ഷർട്ട് ഇടുമ്പോഴൊക്കെ പൊളിയാണ്. ഈ ഷർട്ട് ഉള്ളതുകൊണ്ട് ഷർട്ട് ഇട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ സത്യം. നീ ഇങ്ങനെ കൺഫ്യൂഷൻ ചെയ്യണം. അവളിങ്ങനെ സൂപ്പറായിട്ട് ഇടുമ്പോഴേ ഞാൻ എടുക്കണ കൂതറാണെങ്കിൽ അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഒരു കിഴങ്ങാണെന്ന് വിചാരിക്കൂലേ. അതുകൊണ്ട് അവിടെ സൈഡിൽ കറങ്ങിയിരിക്കണം കുറുനരിയെ പോലെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ, എനിക്കിത് ഇഷ്ടപ്പെട്ട. കാഷ്വൽ വെയർ എന്നേ പറഞ്ഞോളൂ. അപ്പം കാഷ്വൽ വെയറിൽ ഇത് വരുമല്ലോ അല്ലേ? ഇത് വരും. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ടീഷർട്ടൂടെ നോക്കാം. ശരി, കാരണം പക്ഷേ ഇതിൽ 1000 നിൽക്കൂല. 2000 ഒരു പോലും കൂട്ടി തന്നില്ല. പിശുക്കി കളറായിട്ടുള്ള പച്ച അല്ല, ഇങ്ങനെ സാധാരണ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ ഈ പാൻറ് മാത്രം എടുക്കുകയാണ്. ഇതിന് തന്നെ 1000 രൂപയുണ്ട്. അതെ, മലയാളി ഞാൻ ഇതിന് മാത്രം 1000 രൂപയുണ്ട്. 1 രൂപയിൽ കൂട്ടി തരണം. ഇല്ല, ഇവിടെ ഓഫറിന് കുറെ സാധനം കിടപ്പുണ്ട്. ഞാൻ നോക്കി ഇപ്പൊ ഇങ്ങനെ വെറുതെ ചുമ്മാ. പണ്ടായിരുന്നു എവിടെ പോയി നോക്കിയാ ഇല്ല, ഇത് ഓഫർ ഉണ്ട്. എനിക്കറിയില്ല ഇങ്ങനത്തെയൊക്കെ മുന്നോട്ടുള്ള സാധനം. നീ എന്തെടുത്ത് തന്നാലും ഇടും, കാരണം നിനക്കാണ് ഇന്നത്തെ ഒരു ഫ്രീഡം എനിക്ക് എന്നെ സ്റ്റൈൽ ചെയ്യാനുള്ള. ചേട്ടാ, ചേച്ചി, ഹായ് ചേച്ചി. ഇത് ഓഫർ ഉണ്ടാ? ഇനി ഞാൻ ലേറ്റ് ആക്കണടി. ഇല്ലടി, നിന്റെ ഇഷ്ടം, നീ എടുക്ക്. ഒരു 10 മിനിറ്റ് ടൈമും കൂടി കൊടുക്കണ്ടായിരുന്നിട്ട് വെക്ക്. വേറെ ഒന്നുമല്ല, വേഗം എടുത്തിട്ട് വീട്ടിൽ പോയിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ എവളിത് ഇങ്ങനത്തെ ഇടും എന്നാണ് ചോദിച്ചത്. അവിടെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. കൊള്ളാട്ടോ, ചുമ്മാ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. നല്ല രസമുണ്ട്. ഇട്ട് വരുമ്പോ കാണാമല്ലോ. ഇട്ട് വരുമ്പോ കാണാം. നിന്റെ ഇഷ്ടമല്ലേ? ഓക്കെ, ഇട്ട് വരുമ്പോ കാണാം. അപ്പൊ എനിക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും വൃത്തികെട്ട പാഷൻ സെൻസ് ആണെന്ന്. എനിക്ക് ഇതും കൊള്ളാല്ലേ? അല്ല, ഇത് ഞാൻ ഇങ്ങനെ സൈഡിൽ വെച്ചേക്കണമെന്നേ ഉള്ളൂ, ഒരു ഇതിന് വേണ്ടിയിട്ട്. നമുക്ക് എന്നിട്ട് നോക്കിയിട്ട് വേറെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് അതൊക്കെ എടുക്കാം. ഒന്നും വേണ്ട, കാലിഫോർണിയ പറഞ്ഞു. കാലിഫോർണിയ ഇഷ്ടമല്ലേ നിനക്ക്? ഇവിടെ ഓരോന്നിരുന്ന് കൂട്ടണം. എനിക്ക് ചിരി വന്നിട്ട് 600, 700, 800. നമുക്ക് നോക്കാട്ടെ ഇവിടെ എന്താ ചെയ്തു തന്നെ. ശരിക്കും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ എന്നെ എന്ത് കോലത്തിലാക്കും എന്നറിയാൻ വേണ്ടിട്ട്. ഗായ്സ്, എനിക്ക് അത്രയും വലിയ ഫാഷൻ സെൻസ് ഒന്നും ഇല്ല. നിനക്കൊരു ക്വാളിറ്റി ഒക്കെ വേണ്ടത്. ഷാഷിയാണ് പറഞ്ഞു. ചേട്ടാ ഇതിന് ഇതിന് 599 രൂപയുള്ള ഗായ്സ് ഓൺ ബേർഡ്സ് എന്ന് എഴുതിയേക്കണം. ഓൺ ബേർഡ്സ് എന്നുവെച്ചാ മുതൽ 599 രൂപ മുതൽ. പക്ഷെ സൈസ് കിട്ടൂലല്ലോ. 30, 32 അതാണ് എന്റെ സൈസ്. 28 കേറൂല. ഇത് കൊള്ളാല്ലേ? നല്ല എടി, ഞാനങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി ഞാൻ പറ ഗൈസ്, നിങ്ങൾ ശരിയാണോ? കാരണം ഇവിടെ ഓരോന്ന് എടുത്ത് എന്റെ കാണിച്ചിട്ട് എക്സ്പ്രഷൻ നോക്കിയിട്ട് ഓരോ സാധനങ്ങൾ എടുക്കണത്. എനിക്ക് അതുകൊണ്ടല്ല, എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് കൊള്ളാന്ന്. എനിക്ക് മോൻ കൊണ്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള എക്സ്പ്രഷനിൽ നിൽക്കണം. കൊണ്ട് കാണിക്കാൻ പറ്റും. നീ ഇഷ്ടമുള്ള എനിക്ക് എടുത്താൽ അത് ഞാൻ എന്തായാലും ഇടും. എടുത്തില്ലേ? ഞാൻ ഇടും. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ എല്ലാം ഞാൻ മാറ്റി കളയും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇടും. സ്ലീവ്ലെസ് ഇടുമോ നീ? ആക്ഷൻ കാണിക്കരുത്, ഞാൻ എല്ലാം കാണുന്നുണ്ട്. നീ ആക്ഷൻ കാണിച്ചില്ലേ? 1000 രൂപ തന്നിട്ട് മറ്റേ 50 രൂപ മോളെ കല്യാണത്തിൽ ഇട്ടോണ്ടൊക്കെ ഔട്ട്ഫിറ്റ് അതുകൊണ്ട് ഞാൻ ക്യാഷ്വൽ ആട്ടോ പറഞ്ഞു. അവളോട് 50 മോളുടെ കല്യാണത്തിലൂടെ ഡ്രസ് ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളത് വെച്ച് ഓണം പോലെ. ശരി, നിനക്ക് ഇത് കണക്കത്തെ ഒരെണ്ണം ഉണ്ടല്ലോ? ഇല്ല, അത് ഇത് കണക്കത്തെ ഇല്ല. എനിക്ക് ഇതുപോലത്തെ ഒന്നും ഇല്ല. അല്ല, വേണ്ട, ഇത് വേണ്ട. നീ ഇത് വേണ്ട, ഞാൻ വേണമെങ്കിൽ നീ എടുത്തു. എനിക്ക് വേണ്ടിയിട്ട് എടുത്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. ഇനി നമുക്ക് ഈ 2 ഉണ്ട്. ഇനി ഇതിനോട് ഇടാൻ പറ്റിയ ഒരു പാൻസ്, പിന്നെ ഒരു ചെരുപ്പ്, കമ്മൽ, മാല വരെ വാങ്ങണം ഗൈസ്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് പാൻറ് കൂടെ എടുക്കണം. പാൻറ് കുറച്ചു നേരം മുമ്പ് ഇവിടെ തന്നെ ആട്ടെ വന്നത്. ഞാൻ എന്ത് ചെയ്യാം ഗൈസ്? ഞാൻ ഇനി ഇവിടെ വന്നു പോണു. ഓഫർ ചതിച്ച് ബന്ധിച്ച് കൊണ്ടുവന്നേണ്. സൈസ് ഉണ്ടാവുമെന്ന്, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. 30% ഓഫുണ്ട്. 1200 വരെ 30% എത്ര? കണക്കിൽ വീക്കാ. ഈ ഗോൾഡ് വരണം നിനക്ക് ഇഷ്ടപ്പെടുവോ? ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നിന്ന്. ഗൈസ്, എൻ്റെ മാക്സിമം ഇത് ഞാൻ
ഇതാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് 200 രൂപയുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ എണ്ണ ബോട്ടം ആ ഒരു റേഞ്ച് കിട്ടില്ല. ഇനി 800 രൂപ ബാലൻസ് ഉള്ളൂ. അതിൽ നമുക്ക് ചെരുപ്പ് വരെ വേണമെന്ന് കൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡെനിം നോക്കാമെന്ന്. ഈ ഒരു ചെറി പ്രിന്റ് വരുന്ന ഈ ഒരു ഡെനിം ഓഫർ ഉണ്ടോ? തൊലച്ചത് ഗൈസ്. ഡ്രസ്സുകളൊന്നും തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഏരിലോട്ട് പോകാൻ പറ്റൂല. നമുക്ക് ആകെയുള്ള ഇവിടെയും കൂടിയാണ് കേട്ടോ നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഡെനിം എന്തെങ്കിലും നോക്കാം. എനിക്ക് ഇതിനകത്ത് സ്കിന്നി ഫിറ്റ് പെൻസിൽ ഫിറ്റ് നമുക്ക് വേണ്ട. നമുക്ക് നോക്കാം. കണ്ട കുറുനരിയെ പോലെ കറങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം ഗൈസ്, പെട്ടെന്ന് എടുത്തോണ്ട് പോകണം. അപ്പോൾ എല്ലാം നോക്കി ഇനി നമുക്ക് ഇതിൽ മാത്രമേ ഉള്ളൂ നോക്കാൻ വേണ്ടിയിട്ട്. ഡ്രസ്സൊന്നും നോക്കരുതെന്ന് പെണ്ണുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നും നോക്കാൻ പറ്റൂല. ഇവിടെ ഞാൻ എല്ലാം കേൾക്കണ്ടെന്ന് ആലോചിക്കണം. എനിക്കറിയാം കുറുനരിയെ പോലെ എൻ്റെ പറയാം നടക്കണം നമുക്ക് അല്ലേ പറയടാ. കയ്യും കാലൊക്കെ എടുത്തായിട്ട് എണ്ണണം. 800 പ്ലസ് 700 പ്ലസ് അല്ല, അങ്ങനെയല്ല. മനുഷ്യ എണ്ണണ്ടേ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 200 ബാക്കി 800 ഞാൻ ഇവർക്ക് ഏകദേശം മടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പാന്റ് ഒന്നും കിട്ടില്ല. പാവത്തിന് 1000 രൂപയ്ക്ക് താഴത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്കാണെങ്കിൽ കുഴപ്പമില്ല. കയ്യിൽ ചമ്പ സാധനം എടുത്തോണ്ട്. ഇപ്പൊ ആരാ ഇത് ഫാഷൻ ബ്ലോഗർക്കൊക്കെ എടുക്കണ്ടേ? ഇടയ്ക്ക് എന്നിട്ട് എന്നോട് ചോദിക്കണേ ഞാൻ ഒരു 1500 ജീൻസ് എടുക്കട്ടെ പ്ലീസ് എടി ഒന്ന് സമ്മതിക്കും. എറിച്ച് നിൽക്കുമല്ലേടാ. ഓ ഇത് ഇതൂടെ ഫസ്റ്റ് എന്നെ എഴുതി തള്ളുവര് പൊക്കോളാൻ പറയും എൻ്റെ അടുത്ത്. എടി നിന്റെ 32 30 അല്ലെങ്കിൽ 32. ഇതൊന്നും വേണ്ട. ഇപ്പൊ ശരിയാക്കി തരാൻ. നബടി ഇതാണ് നിന്റെ ടോപ്പ്. ആണോ? 30 32 എന്നാ നോക്കട്ടെ. മികച്ചത്. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ഔട്ട്ഫിറ്റ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് ഔട്ട്ഫിറ്റ്. 30% ഓഫ്. ഇത് 1000 രൂപ 30% ഓഫ് ഉണ്ട്. അപ്പൊ എത്ര അല്ലേ? ഇതൊക്കെ പണി കിട്ടും കേട്ടോ. 1400-ന് 30% ഓഫറേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ഒക്കെ 1000 രൂപയ്ക്ക് കിട്ടുകയും വേണം. അപ്പൊ എത്ര റവറാ? നിനക്ക് പറഞ്ഞൂടാ ഇരുന്ന് ആര് വെതറേന്ന് അറിഞ്ഞൂടാതാ. ഇപ്പൊ 1400-ന്റെ 30 എന്നൊക്കെ പറയുമ്പോ 1400 ഇത് വേണ്ട ഗൈസ്. കാരണം ഇത് കുറച്ച് വില കൂടുതലാണ്. അതെ പെണ്ണുപിള്ളേ ഞാൻ ഇത് എടുക്കട്ടാ ഗൈസ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ഒരു 200 രൂപ കൂടെ താ. ഇല്ല 100 രൂപയുടെ ഒരു 10 രൂപയെങ്കിലും താ. 1000 റുപ്പീസ് ചലഞ്ച് ആണ്. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 200 രൂപയും കൊടുത്താ ഒരു 300 രൂപയും കൊടുത്താ. അവക്ക് നല്ല സെറ്റ് സാധനം വേണം. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റ് സാധനം വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. എങ്ങനെ എനിക്ക് 1000 റുപ്പീസിന് സ്റ്റൈൽ ചെയ്ത് തരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പെണ്ണുങ്ങളെ സെക്ഷനിൽ നിന്ന് വേണമെന്നുണ്ട്. ആണുങ്ങൾ സെക്ഷനിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിനക്ക് എടുക്കാം. നിനക്ക് ഞാൻ പറഞ്ഞു എനിക്ക് 1000 റുപ്പീസിനുള്ള ഔട്ട്ഫിറ്റ് വേണം. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് നല്ല ചന്തമായിരിക്കും നിന്നെ ഇതിട്ട് കാണാൻ. നിന്റെ ഇഷ്ടമാണ്. നിനക്ക് നീ ഇതൊന്ന് ഇടണം ഞാൻ അല്ല ഇത് നീ ഇത് ഇട്ട് നോക്ക്. ഇതിട്ടിട്ട് വരുമോ? അപ്പൊ നീ സൈഡിൽ എവിടെയെങ്കിലും ആണുങ്ങളെ വല്ല ടീഷർട്ട് ഉണ്ടാ നോക്കിട്ട് വരാം. ഓക്കെ ഞാൻ ചെരുപ്പോടെ നോക്കിട്ട് വരാം. ഓഫ് ടു ട്രയൽ റൂം. ടാറ്റാ. അപ്പൊ ഇതാണ് എനിക്ക് ഗംഗ എടുത്തു തന്ന ഔട്ട്ഫിറ്റ് കേട്ടോ. ഇതാണ് അടി കംപ്ലീറ്റ് ലുക്ക്. സെറ്റ് അല്ലേ? 1000 രൂപയ്ക്ക് ഗൈസ് പാന്റ് വേണം, ചെരുപ്പ് വേണം, തുണി വേണം. വലിയ സാധനം എന്നെ കൊണ്ട് പറ്റൂല. ഉണക്കടിന്ന് വേണ്ട. അതുകൊണ്ട് അപ്പൊ ഇത് ടൈറ്റ് ആണ്. നീ വേറെ പോയി എടുക്കണം. എനിക്ക് ടൈറ്റ് ആട്ടോ ഇത്. പ്രത്യേകിച്ച് ടോപ്പ് ഇവിടെ ഉണ്ടോ നല്ല ടൈറ്റ് ആണ്. ഞാൻ പോയി എടുത്തിട്ട് വരാം. വേറെ നിവർത്തില്ല. വാ കമോൺ ബൈ. ഇവിടെ നിന്നോ. വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകും. എന്റെ ഒറ്റയ്ക്ക് സെലക്ഷൻ ആണത്. ഗൈസ് ഷാരി ഭയങ്കര ചൂസ് ചെയ്യണം. അപ്പം എനിക്ക് മീൻസ് ഇങ്ങനെ എന്തോ എനിക്ക് എങ്ങനെ എടുക്കണമെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് കൊള്ളാമല്ലേ? പക്ഷേ സൈസ് ഇല്ല. മീഡിയം ഇതൊരു കൊച്ചുള്ളരുതാ. ഇതുകൊണ്ട് നമ്മളിപ്പോൾ അടിച്ചിറക്കും എന്നെ ഇവിടെ നിന്ന്. പൊക്കോ ഭണ്ഡാരമേന്ന് പറയും. ഇത് കൊള്ളാമല്ലേ? നൈസല്ലേ ഇത്? ഇത് കൊള്ളാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇത് മീഡിയം ആണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ വലിയ സൈസ് വേണം. ഇനി കൊണ്ടുപോയിട്ട് ടൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അവൾ കൊല്ലും. മീഡിയം ഉള്ളൂ. നോക്കാം. ലാർജ് ഉണ്ട് ഗായ്സ്. നമ്മൾ രക്ഷപ്പെട്ടു ഗായ്സ്. എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് ആവും തോന്നുന്നു. ഇത് കൊണ്ട് കൊടുത്ത് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പം പോകും ഗൈസ്. ഞാൻ പിണങ്ങി പോകണം എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് പോകുന്നു. മുതലാളി ചാക കിട്ടി. ഫൈനലി ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഞാനിത് സെലക്ട് ചെയ്ത് കൊണ്ടുവരും.
ഇതിട്ട് കയറിയില്ലെങ്കിൽ ഇന്ന് ഗംഗം പോകൂല കേട്ടോ മാക്സ് എടുത്ത് തയ്ച്ചു തരാം സാധ്യത അതാണ് കേട്ടോ കൂടുതൽ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല രസമുണ്ട്. എനിക്ക് അറിഞ്ഞ ശരീരം എന്തിട്ടാലും ചേരും. എനിക്ക് ഇനി ഇവിടെ നോക്കാൻ വയ്യ. അവളിനി മേല വീഡിയോ ഒക്കെ വിളിച്ചാൽ വരും. ശരുവിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇനിയിപ്പോൾ കല്യാണമൊക്കെ വേണം. കല്യാണ സാരിയൊക്കെ എടുക്കാൻ പലപ്പോഴായിട്ട് എനിക്ക് പറയുന്നത് കൂടെ പോകരുത്. പക്ഷെ എനിക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. പാന്റ് നീ ഫിക്സ്ഡ് ആക്കി. ഇതാണ് ഡ്രസ്സ്, ഇതാണ് ഔട്ട്ഫിറ്റ്. എന്നാണ് നല്ല എടുത്തു തരാം. അപ്പൊ പറ ഷർട്ടിന് എത്ര രൂപ? ഷർട്ടിന് 200. 200 രൂപ. നില്ല 200. അപ്പോ ജീൻസിന് എത്ര? ജീൻസിന് 800. 800 രൂപ. 890. 1499ന്റെ 30%. എത്രയാണ് അരവിന്റെ? 980. 980 പ്ലസ് 200 എന്നെ വീട്ടിൽ കൊണ്ടാക്കും. നൈസായിട്ട് ഗംഗ ചലഞ്ചില് പൊട്ടി എന്നുള്ളതാണ് സത്യം അല്ലേ? പറ്റൂല, എനിക്ക് പറ്റൂല. വേറെ ഒന്നുമില്ല, ഇത് കേൾക്കണം. കിടില സാധനമാണ്. പക്ഷെ ഇവിടെ ഓഫർ കൊണ്ട് പക്ഷെ എനിക്ക് പറ്റില്ല. എനിക്ക് സെലക്ട് അറിഞ്ഞൂടാ. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, കാരണം ഇപ്പൊ ഓഫർ തുടങ്ങി കുറച്ച് ദിവസമായി. പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ല. പോടാ. കുറെ ഐറ്റംസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ട് എന്റെ സൈസ് വളരെ കുറച്ചേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ എന്നാലും ചലഞ്ച് പൊട്ടി. സോ ഗൈസ്, ഇതോടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ 8 പൊട്ടിയെന്നാലും ഇനി കുഴപ്പമില്ല. ഈ ഒരു 180 രൂപയ്ക്കാണ് നമ്മളുടെ ഗംഗ പൊട്ടിയിരിക്കണം. 1000 രൂപ കൊടുത്തിട്ട് അവൾ 1180 രൂപയ്ക്ക് എനിക്ക് ഡ്രസ്സ് എടുത്തു തന്നു. അത് മാത്രമല്ല, ഇനി നമുക്ക് ചെരുപ്പ് വേണമെന്ന് ഗൈസ്. എന്റെ പൈസ ഇല്ല, ചെരുപ്പ് മേടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ അവൾക്ക് കൊടുത്തിരുന്നത് ടോപ്പ് വേണം, എന്തെങ്കിലും ട്രൗസേഴ്സ് എന്തെങ്കിലും വേണം, കൂടെ തന്നെ എനിക്ക് ഫുഡ് വെയർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് വെയർ എടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. പ്ലസ് ജീൻസിന്റെ ബഡ്ജറ്റ് ഒതുങ്ങിയില്ല. അതുകൊണ്ടിട്ട് 180 രൂപ കൂടുതലായി. ഇപ്പൊ ഗംഗ നല്ല 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു ഗൈസ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് അവസരം തന്ന പ്രശസ്ത ഫാഷൻ ബ്ലോഗർ ശരണ്യരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുമ്മാ കിടന്നുറങ്ങിയാണ് ഗൈസ്. ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആദ്യമായി പട്ടണം കാണാൻ വന്ന 2 വിദ്യാർത്ഥികളുടെ CBSE തിങ്സ് ആണ്. നമ്മളെ നാട്ടിച്ച് ശരി. ഇത് കട്ട് ചെയ്യണേ, ആരെഡിറ്റ് ചെയ്യണ? നോക്കിയിരുന്നോ? ചലഞ്ചിൽ തോറ്റതുകൊണ്ട് ശരണ്യക്ക് ഇത് ഗംഗ സ്പോൺസർ ചെയ്യും ഈ ഡ്രസ്. അല്ലെങ്കിൽ അവളെ മേടിച്ചു തന്നെ. ഓട്ടെ, എന്നിട്ട് ഞാൻ ചോദിച്ചു 1000 രൂപയ്ക്ക് കൂടെ ഞാൻ ഒരു സാധനം എടുത്തോട്ടാന്ന്. അപ്പോൾ സമ്മതിക്കൂല. മതി, നിർത്തിക്കോ. നിർത്തല്ലേടാ. അപ്പൊ നിങ്ങൾ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? കണ്ടില്ലേ? ഗംഗയുടെ കുറെ മൊണാൾട്ടുകളും കണ്ടില്ലേ? ഇങ്ങനെ കമന്റ് വരും, ശരണ്യ ഇട്ടയിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്താണ്. സത്യം പറഞ്ഞില്ല, ഞാൻ ശ്വാസം വലിച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇത്തിരി ടൈറ്റ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല, സൈസ് ഇല്ല. അതെ, എന്നാലും പിന്നെ ഞാൻ ക്ഷമിച്ച് അത്യാവശ്യം തരക്കേടില്ലാത്ത സ്റ്റൈൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടോ? ഗംഗയുടെ മൊണാൾട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചലഞ്ച് വീഡിയോ എന്നൊക്കെ താഴത്ത് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.